ജോലിക്ക് വേണ്ടി റിയ ഹബിൻ്റെ വെബ്സൈറ്റിൽ ഫ്രീ ആയി വളരെ സിമ്പിളായി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. www.riapps.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സൈറ്റിക്ക് നേരെ കയറി ഇവിടെ ഐ ആം എ കാൻഡിഡേറ്റ് ഐ വാണ്ട് എ ജോബ് ഫ്രീ രജിസ്റ്ററിൽ റെഡ് കളറിലുള്ളതിന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പേരിൻ്റെ അവിടെ പേര് കൊടുക്കുക, വീട്ടുപേര് കൊടുക്കുക, വയസ്സ് കൊടുക്കുക, മൊബൈൽ നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഇവിടെ ടൈപ്പ് ചെയ്യണം. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്പറിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരും. അതുകൊണ്ട് ടൈപ്പ് ചെയ്യുക നമ്പറുകൾ. മൊബൈൽ നമ്പർ കൊടുക്കുക, വാട്സപ്പ് മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അറിയെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക. നിങ്ങൾക്ക് പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് പാസ്വേഡിനോട് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് ഒരിക്കലും മറക്കരുത്. ഏത് മൊബൈൽ നമ്പറാണ് കൊടുത്തതെന്നുള്ളത് മറക്കരുത്. മൊബൈൽ നമ്പറും പാസ്വേഡും നിർബന്ധമായിട്ട് പിന്നീട് ആവശ്യമുണ്ട്. പിന്നെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്, ജില്ല, നിങ്ങളുടെ ജില്ല എവിടെ വെച്ചാൽ അത്, നിങ്ങളുടെ അടുത്തുള്ള വലിയ ടൗണിൻ്റെ പേര്, പിന്നെ നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്, വിദ്യാഭ്യാസം ഏതാണെന്നുള്ളത്, ജോബ് ടൈപ്പ് ഫുൾ ടൈമാണോ പാർട്ട് ടൈമാണോ വേണ്ടതെന്നുള്ളത്, ഇനി എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതാണോ എക്സ്പീരിയൻസ് വെച്ചാൽ ആ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് എഴുതണം. അതിൽ ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ സെയിൽസ്, എന്തിൻ്റെ ഷോപ്പിലാണോ ഉള്ളത് വെച്ചാൽ അത്, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അക്കൗണ്ടൻറ്റ്, അത് എന്തിൻ്റെ ഷോപ്പിലാണുള്ളത് വെച്ചാൽ അത് ഇത്ര വർഷം, ആ കാര്യം 3 എഴുതണം. അത് നിർബന്ധമായിട്ടും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടു. പിന്നെ മാരീഡ് സിംഗിളാണോ മാരീഡ് ആണോ എന്നുള്ളത്, പിന്നെ ഫാദർ ഓർ ഹസ്ബൻഡ് നമ്പർ, അത് നിങ്ങളത് വീട്ടിലെ നമ്പർ കൊടുക്കണം. മേലുള്ള നിങ്ങളുടെ നമ്പർ തന്നെ വീണ്ടും കൊടുത്താൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. വീട്ടിലെ നമ്പർ സെപ്പറേറ്റ് നിർബന്ധമായിട്ടും കൊടുക്കണം. പിന്നെ ജോബ് ലൊക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് വേണ്ട ലൊക്കേഷന് കൊടുക്കുക. എറണാകുളമാണ് നിങ്ങൾ ലൊക്കേഷൻ ജോലി നോക്കുന്നതെങ്കിൽ എറണാകുളം, കൊച്ചി, കാക്കനാട് എന്ന് കൊടുക്കുക. പിന്നെ അഡീഷണലി നിങ്ങളെ വീടിൻ്റെ അവിടെയുള്ള സ്ഥലങ്ങൾ വേണമെങ്കിൽ അതും കൊടുക്കുക. പിന്നെ ജോബ് ഇതിൽ ലൊക്കേഷന് അവിടെ റെഡ് കളറിൽ മാക്സിമം 5 എന്നല്ലേ, അതിൻ്റെ അവിടെ റൈറ്റിൽ താഴേക്കൊരു ആരല്ലേ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ടച്ച് ചെയ്തിട്ടാണ് ലൊക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അതല്ലാത്ത സമയത്ത് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻറ്റു മാർക്ക് വരുമ്പോൾ നമ്മൾ ഇൻറ്റു മാർക്കിൽ ടച്ചിനോടുകൂടി ക്ലോസ് ആയി പോകും. അപ്പോൾ റൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, അവിടുന്ന് അത് വെച്ചിട്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ വരുന്നത് നമുക്ക് വേണ്ട ജോലികളുടെ പേരുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും റൈറ്റ് സൈഡിൽ താഴേക്കൊരു ആരുണ്ടാകുമ്പോൾ വെച്ചിട്ട് ടച്ച് ചെയ്യുക, ജോലിയുടെ പേര് അവിടെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് എന്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ കൊടുക്കുക. രജിസ്റ്റർ കൊടുക്കുന്നതോടുകൂടി രജിസ്ട്രേഷൻ സക്സസ്ഫുൾ പറഞ്ഞിട്ട് ഓക്കെ എന്നുകൊണ്ട് കാണിക്കും. അപ്പോൾ അവിടെ ഓക്കെ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, എപ്പോൾ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഹോം എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് ഇവിടെ, ആ ഹോം പേജിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നോർമൽ രീതിക്ക് ഇത് വരും. പിന്നെ നമ്മൾ അവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡ് സെൻറ്ററിലായിട്ട് ലോഗിൻ ഉണ്ട്, അവിടെ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുന്നതോടുകൂടി യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇത് കൊടുക്കുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ